എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പുതിയൊരിടത്തിലേക്ക് സ്വാഗതം. വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടതായ ഒരു കാര്യമാണ് ഇപ്പോൾ കണ്ണൂർ യൂണിവേഴ്സിറ്റി അറിയിച്ചിരിക്കുന്നത്. വിശദമായ അപ്ഡേറ്റിലേക്ക് തന്നെ കിടക്കാം. ആദ്യമായി ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥിനികൾ തീർച്ചയായും അടിക്കേണ്ട മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പ്രത്യേകം ശ്രദ്ധിക്കുക. സബ്സ്ക്രൈബ് ചെയ്തതിനൊപ്പം നോട്ടിഫിക്കേഷൻ ബെല്ലേക്കുള്ള ഓപ്ഷൻ എനേബിൾ ചെയ്യുക. ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്കും കൂടി ചെയ്യുക. അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കാം. അതുപോലെ നമ്മുടെ ചാനലിൻ്റെ വാട്സ്ആപ്പ് ചാനൽ ജോയിൻ ചെയ്യാൻ ലിങ്ക് നിങ്ങൾക്ക് വീഡിയോയ്ക്ക് നല്ല ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും. അപ്പോൾ നമുക്കിതിനെ വളരെ പ്രധാനമറിയിക്കുന്ന വാർത്തയിലേക്ക് തന്നെ കിടക്കാം. കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ ഒരു ഡിഗ്രി, PG, BEd ഏത് കോഴ്സ് പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥിയാണെങ്കിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് കണ്ണൂർ യൂണിവേഴ്സിറ്റി ഒഫീഷ്യലി അറിയിച്ചിരിക്കുന്നത്. അത് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സർവകലാശാലയുടെ ഔദ്യോഗിക പേരും ഔദ്യോഗിക ചിഹ്നവും വെച്ച് നിരവധി തെറ്റായ വാർത്തകൾ പ്രചരിക്കുന്നുണ്ട് എന്ന് സർവകലാശാല തന്നെ സാക്ഷ്യപ്പെടുത്തിയിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ തെറ്റായ വാർത്തകൾ പ്രചരിക്കുമ്പോഴും സർവകലാശാലയുടെ പേരും സർവകലാശാലയുടെ ചിഹ്നവും വെച്ച് തെറ്റായ വാർത്തകൾ പ്രചരിക്കുമ്പോൾ വിദ്യാർത്ഥികളുടെ കയ്യിൽ നിന്നും എന്തെങ്കിലും പരീക്ഷ രജിസ്ട്രേഷനൊക്കെ ആയിട്ടോ അതുപോലെ തന്നെ മറ്റെന്തെങ്കിലും തെറ്റായ വാർത്തകൾ കണ്ട് ഫീസ് അടയ്ക്കുകയോ അല്ലെങ്കിൽ അങ്ങനെ തെറ്റായ രീതിയിൽ കണ്ണൂർ സർവകലാശാലയുടെ പേരിൽ തെറ്റായ രീതിയിൽ പണം വിദ്യാർത്ഥികളുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ സർവകലാശാല യാതൊരു ഉത്തരവാദികളും ആയിരിക്കുന്നതല്ല. ആയതിനാൽ വിദ്യാർത്ഥികൾ ശ്രദ്ധ പതിപ്പിക്കേണ്ടതാണ്. സർവകലാശാലയുടെ ഔദ്യോഗിക വെബ്സൈറ്റ് വഴിയും സർവകലാശാലയുടെ വാട്സപ്പ് ചാനൽ വഴി ഒഫീഷ്യൽ വാട്സപ്പ് ചാനൽ വഴിയും വരുന്ന വാർത്തകൾ അല്ലാതെ മറ്റെവിടുന്നും ലഭിക്കുന്ന അറിയിപ്പുകളും വാർത്തകളും വിദ്യാർത്ഥികൾ വിശ്വസിക്കരുത്. അങ്ങനെ ഏതെങ്കിലും തരത്തിൽ തെറ്റായ രീതിയിൽ നിങ്ങളുടെ കയ്യിൽ നിന്ന് പണം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ സർവകലാശാലയ്ക്ക് അതിൽ ഉത്തരവാദിത്തം ഉണ്ടായിരിക്കുന്നില്ല. അതായത് യൂണിവേഴ്സിറ്റിക്ക് നിങ്ങളുടെ കയ്യിൽ നിന്ന് പണം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ യൂണിവേഴ്സിറ്റി ഉത്തരവാദികളായിരിക്കില്ല. നിങ്ങളുടെ കയ്യിൽ നിന്ന് പണം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ യൂണിവേഴ്സിറ്റി ഉത്തരവാദി ആയിരിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ സർവകലാശാലയുടെ ഔദ്യോഗിക ചിഹ്നവും യൂണിവേഴ്സിറ്റിയുടെ ചിഹ്നവും അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റിയുടെ പേരും വെച്ച് തെറ്റായ വാർത്തകൾ നിരവധി പ്രചരിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ യൂണിവേഴ്സിറ്റിയുടെ ഒഫീഷ്യൽ അറിയിപ്പുകൾ യൂണിവേഴ്സിറ്റി വെബ്സൈറ്റിലും ഉണ്ടാകും, അതുപോലെ തന്നെ വാട്സപ്പ് ചാനലിലും ഉണ്ടാകും. അപ്പോൾ പ്രിയ വിദ്യാർത്ഥികൾ ആ വാർത്തകൾ മാത്രം വിശ്വസിക്കുക. തീർച്ചയായും നമ്മുടെ ചാനൽ കൂടെ മറക്കാതെ ഒന്ന് ഫോളോ ചെയ്യുക. ശരിയായ വാർത്തകൾ ശരിയായ സമയത്ത് നിങ്ങളിലേക്ക് അറിയിക്കും. അപ്പോൾ പുതിയ കാണുന്നവരുമായി നമസ്കൃത ഫൗണ്ടർ ഓഫ് സ്ക്രേ ഫോർ ദ കരിയർ ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.